Good morning. How are you, children? Today we shall start our GK class. GK class. Which game do you like best? ഏത് കളിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം? ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഏതൊക്കെ കളികൾ നിങ്ങൾ കളിക്കാറുണ്ട്? വിച്ച് ഗെയിം? യെസ്, പലതരം ഗെയിംസ് ഉണ്ട് അല്ലേ? നമ്മുടെ നാഷണൽ ഗെയിം ഏതാണെന്നറിയാമോ? കണ്ടുപിടിക്കട്ടോ, യു ഫൈൻഡ് ഇറ്റ്. ഓക്കെ, ടുഡേ വി ഡിസ്കസിങ് അബൌട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് സ്റ്റാർസ്. അവർ ലെസൺസ് നെയിം ഈസ് ഇന്ത്യൻ ക്രിക്കറ്റ് സ്റ്റാർസ്. ക്രിക്കറ്റ് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ അല്ലേ പ്ലെയേഴ്സിൻ്റെ മുഖം ഇങ്ങനെ ഓർമ്മയിലേക്ക് വരും അല്ലേ? നമുക്ക് ക്രിക്കറ്റ് സ്റ്റാർസിനെ കുറിച്ചാണ് നമുക്ക് ലെസണിൽ പഠിക്കാനുള്ളത്. ക്രിക്കറ്റ് ഗെയിമിന് വന്ന മാറ്റങ്ങൾ മറ്റൊരു കായിക ഇനത്തിനും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ICC ടെസ്റ്റ്, ചാമ്പ്യൻഷിപ്പ്, DRS, പിങ്ക് ബോൾ ടെസ്റ്റ്, അത് ഡേ ആൻഡ് നൈറ്റ്, പവർ പ്ലേകൾ, ഫീൽഡിംഗ് നിയന്ത്രണങ്ങൾ തുടങ്ങി നിരവധി മാറ്റങ്ങളുണ്ടായ ഗെയിമാണിത് ക്രിക്കറ്റ് അല്ലേ? ഒരുപാട് പേര് ഈ രംഗത്തുനിന്ന് പിന്നെ ഇവിടെ പറയുകയും ചെയ്തു അല്ലേ? സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, VVS ലക്ഷ്മൺ, അനിൽ കുംബ്ലെ, ഷഹീം അംല, മഹേള ജയവർദ്ധൻ തുടങ്ങി ഇതിഹാസ തുല്യരായ നിരവധി താരങ്ങൾ കളിയിൽ നിന്ന് ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ പ്രതിഭാധനരായ നിരവധി താരങ്ങളും ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. താരങ്ങളുടെ ഉത്ഭവത്തിനും ഈ പതിറ്റാണ്ട് സാക്ഷിയായിട്ടുണ്ട് അല്ലേ? നമുക്ക് കുറച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് സ്റ്റാർസിനെ നമുക്കിവിടെ പരിചയപ്പെടാം. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹൂസ് ഫേസ് ആണ് നിങ്ങൾക്ക് വരുന്നത്? ആരുടെ മുഖമാണ് വരുന്നത്? അറിയാം അല്ലേ? സച്ചിൻ്റെ മുഖമാണ് വരുന്നത് അല്ലേ? ഓക്കെ, ഹൂസ് പിക്ചർ ഈസ് ദിസ്? യെസ്, സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ? സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. നീ കളിക്കാറില്ലേ? ക്രിക്കറ്റ് കളിക്കാറില്ലേ? എല്ലാവർക്കും ക്രിക്കറ്റ് കളിയല്ലേ? വേഗം പോയിട്ട് ബാറ്റ്സിലെ ക്രിക്കറ്റിൻ്റെ ബോളിൽ നിന്ന് എന്തൊരു വെയിറ്റാണല്ലേ? അതിൻ്റെ എല്ലാ ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ? അമ്പയറൊക്കെ നിർത്താൻ ഒരാൾ, അങ്ങനെയൊക്കെ ഇട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് ഇത് ക്രിക്കറ്റ് അല്ലേ? കാലിലൊക്കെ വെച്ച് കെട്ടില്ല, ബാറ്റൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ എന്ത് സ്റ്റൈലായിട്ടാണ് കുട്ടികൾ വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഇതിഹാസ താരം തന്നെയാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. പേര് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്നാണ് മുഴുവൻ. 1973 ഏപ്രിൽ 24 അല്ലേ? ഏപ്രിൽ 24 മുംബൈയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻ്റ് അംഗം കൂടിയായിരുന്നു. ലോകം കണ്ട ഏറ്റവും മികച്ച രണ്ടാമത്തെ ഏകദിന ക്രിക്കറ്റ് കളിക്കാരനാണ്, ക്രിക്കറ്റ് പ്ലെയറാണ് സച്ചിൻ അല്ലേ? ലോകം കണ്ട ഏറ്റവും മികച്ച കളിക്കാരൻ അല്ലേ? മികച്ച കളിക്കാരിൽ ഒരാളും കൂടിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തിനെ പല പേരിലും വിളിക്കുന്നുണ്ട്. ലിറ്റിൽ മാസ്റ്റർ, മാസ്റ്റർ ബ്ലാസ്റ്റർ, ലിറ്റിൽ ചാമ്പ്യൻ, ദി ഗ്രേറ്റ് മാൻ എന്നൊക്കെ അദ്ദേഹത്തിന് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. 14-ാമത്തെ വയസ്സിൽ മുംബൈയിൽ ക്രിക്കറ്റ് ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. സെഞ്ചുറി അടിച്ചു. 14-ാമത്തെ വയസ്സിൽ തന്നെ ഈ രംഗത്തേക്ക് പ്രവേശനം ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 ശതകങ്ങൾ തികച്ച ആദ്യത്തെ പ്ലെയറാണ് ആര്? സച്ചിൻ. ധാക്കയിലെ മിപ്പൂരിൽ ഏഷ്യൻ കപ്പിനാണ് വേണ്ടിയിട്ടാണ് കളിച്ചത്. ആദ്യ ടെസ്റ്റ് 1989 നവംബർ പാകിസ്ഥാനാണ്. അവസാന ടെസ്റ്റോ 2013 നവംബർ 14-16. ഒരുപാട് പറയാനുണ്ട്. ചെറിയൊരു ലഘുലേഖം മാത്രമാണ് പറയുന്നത്, എല്ലാം കൂടി ഓർക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്, പത്മവിഭൂഷൺ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഭാരതരത്ന അവാർഡ് കിട്ടാൻ ഒരുപാട് നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ നേടിയ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ? സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ മുംബൈയിലാണ് ജനിച്ചത്. ഡു യു നോ ഈസ് ദിസ്? ഇതാരാന്നറിയാമോ?
ആ ആരാണ്? വിരാട് കോഹ്ലി എന്നാണല്ലേ. വിരാട് കോഹ്ലി എന്നും പറയും, വിരാട് കോഹ്ലി എന്നും പറയും അല്ലേ, കോഹ്ലി എന്നും പറയും. ഒരു എച്ച് ഉണ്ട് അതിനിടയ്ക്ക്, അതുകൊണ്ടാണ്. കണ്ടില്ലേ? അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമാണ് അല്ലേ. 1988 നവംബർ 5-നാണ് ജനിക്കുന്നത്. ഡൽഹിയിലാണ് ജനിക്കുന്നത്. വലത് കൈകൊണ്ട് ബാറ്റിംഗ് ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. പിന്നെ മറ്റുള്ളവരൊക്കെ അല്ലേ, പിന്നിട്ട് ഏകദിനെന്നോ അല്ലെങ്കിൽ 2020 അല്ലെങ്കിൽ വൈറ്റ് ബോൾ എന്നോ റെഡ് ബോൾ എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ യഥേഷ്ടം റൺസ് അടിച്ച വ്യക്തിയാണ് ആര്? ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്ന വിരാട് കോഹ്ലി അല്ലേ. 2008 ശ്രീലങ്കയ്ക്കെതിരെയാണ് സീനിയർ ടീമിലാണ് അരങ്ങേറ്റം കുറിച്ചത് വിരാട് കോഹ്ലി. ഡൽഹിയിലാണ് ജനനം. ആദ്യ ടെസ്റ്റ് 2011 ജൂൺ 20-നാണ് വെസ്റ്റ് ഇൻഡീസുമായിട്ട്. അവസാന ടെസ്റ്റ് 2018 ഒക്ടോബർ 18-നാണ്. 2008 ശ്രീലങ്കയ്ക്കെതിരെ കളിച്ചിട്ടാണ് രംഗത്ത് എത്തിയത്, സീനിയർ ടീമിൽ അരങ്ങേറ്റം നടത്തിയത്. അപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായിരുന്ന വ്യക്തിയാണ് അല്ലേ. ആരാണ്? വിരാട് കോഹ്ലി. ഇതൊക്കെ അറിയാമോ? ഈസ് ദീസ്? യെസ്, ആരാണ്? രാഹുൽ ദ്രാവിഡ് എന്ന് വിളിക്കും അല്ലേ. രാഹുൽ ശരത് ദ്രാവിഡ് എന്നാണ് മുഴുവൻ പേര്. രാഹുൽ ശരത് ദ്രാവിഡാണ് മുഴുവൻ പേര്. നമ്മൾ രാഹുൽ ദ്രാവിഡ് എന്ന് വിളിക്കുന്നു. 1973 ജനുവരി 11-ന് മധ്യപ്രദേശിൽ ഇൻഡോർ എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. മധ്യപ്രദേശിലാണ് ജനനം. ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാനാണ് ആര്? രാഹുൽ ദ്രാവിഡ്. 2008 മാർച്ച് 29-ന് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഗവാസ്കറിനും സച്ചിനും ശേഷം സ്റ്റേഡിയത്തിലാണ് അദ്ദേഹം 10,000 റൺസ് തികച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിലാണ് 10,000 റൺസ് തികയ്ക്കുന്നത്. ഗവാസ്കറിനും സച്ചിനും ശേഷം ഈ നേട്ടം കൈവരിച്ച പ്ലെയറാണ് ആര്? രാഹുൽ ശരത് ദ്രാവിഡ് എന്നാണ് മുഴുവൻ പേര്. വിളിക്കുന്നത് അങ്ങനെ അറിയാമോ? എന്താ വിളിപ്പേരെന്ന് അറിയാമോ? ജിമ്മി, മിസ്റ്റർ ഡിപ്പെൻഡബിൾ, ദി വോൾ എന്നൊക്കെയാണ് അദ്ദേഹത്തിന് വിളിക്കുന്ന പേര്. പിന്നെ 2012 മാർച്ച് 9-ന് വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു മികച്ച ക്രിക്കറ്റ് ബാറ്റ്സ്മാനാണ് ആര്? രാഹുൽ ശരത് ദ്രാവിഡ്. ആരാണ്? ഡേനോ? യുവരാജ് സിംഗ് എന്നാണ്. യുവരാജ് സിംഗ് നമ്മൾ വിളിക്കുന്നത് യുവി എന്ന് വിളിക്കും. 1981 ഡിസംബർ 12-ന് ചണ്ഡീഗഡിലാണ് ജനിച്ചിരിക്കുന്നത്. ചണ്ഡീഗഡിലാണ് ജന്മസ്ഥലം. അന്താരാഷ്ട്ര ഇന്ത്യൻ കളിക്കാരൻ, മുൻ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളറും പഞ്ചാബി സിനിമാ താരവുമായ യോഗരാജ് സിംഗിൻ്റെ മകനാണ് യുവരാജ് സിംഗ്. അച്ഛനൊരു താരമായിരുന്നു, പിന്നെ സിനിമാ താരമായിരുന്നു, പഞ്ചാബി സിനിമാ താരമായിരുന്നു. പിന്നെ ഫാസ്റ്റ് ബൗളറുമായിരുന്നു പിന്നെ യുവരാജ് സിംഗിൻ്റെ ഫാദർ. ചണ്ഡീഗഡിലാണ് ജനിക്കുന്നത്. ആദ്യ ടെസ്റ്റ് 2003 ഒക്ടോബർ 16-നായിരുന്നു. അവസാന ടെസ്റ്റ് 2008-ലായിരുന്നു ഡിസംബർ 19-ന് ഇംഗ്ലണ്ടിൽ. ലെഫ്റ്റ് ഹാൻഡാണ്, ഇടം കൈ കൊണ്ടാണ് ബാറ്റ്. പ്രത്യേകത ആരാണ്? യുവരാജ് സിംഗ്. അച്ഛനും എന്താണ് ഒരു ഫാസ്റ്റ് ബൗളറായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഫാസ്റ്റ് ബൗളർ തന്നെയായിരുന്നു യുവരാജ് സിംഗിൻ്റെ ഫാദറും. അപ്പം അങ്ങനെ ഒരു പരിചയമുണ്ട് ആ രംഗത്തേക്ക് വരാൻ. വിളിക്കുന്നത് എന്താണ് പേരിലാണ് അറിയപ്പെടുന്നത്? യുവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹൂസ് പിക്ചർ ഇസ് ദീസ്? അറിയാമോ? ഇസ് ദീസ്? ഇദ്ദേഹമാണ് ഇഷാന്ത് ശർമ്മ. എന്താണ്? ഇഷാന്ത് ശർമ്മ. കണ്ടിട്ടുണ്ടോ? 1988 സെപ്റ്റംബർ 2-നാണ് ജനനം. ഡൽഹിയിലാണ് ജനിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ വലങ്കയ്യൻ തന്നെയാണ് അദ്ദേഹം. അതിവേഗ ബൗളറാണ് ഇഷാന്ത്
ശർമ്മ. 2006, 2007 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന പരമ്പരയിലാണ് ആദ്യമായി ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആരെ? ഇഷാന്ത് ശർമ്മയെ. വിളിപ്പേര് ലെമ്പു എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ആദ്യ ടെസ്റ്റ് 2007 മെയ് 25 ബംഗ്ലാദേശ്. അവസാന ടെസ്റ്റ് 2012 ജനുവരി 24 ഓസ്ട്രേലിയ. ശരാശരി പന്തെറിയൽ മണിക്കൂറിൽ 152.6 കിലോമീറ്റർ വേഗത്തിലാണ് അദ്ദേഹം പന്തെറിയുക. ഇത്രയും ഫാസ്റ്റ് ബൗളറാണെന്നാണ് പറയുന്നത്. അതിവേഗ ബൗളറിംഗ് ആണ് അത്ര ഇഷാന്ത് ശർമ്മയുടെ. എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? ഡൽഹിയിലാണ് ജനനം കേട്ടോ. പിന്നെ 2006, 2007 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആരെ? ഇഷാന്ത് ശർമ്മയെ. ആരാണ്? സുനിൽ ഗവാസ്കർ. സുനിൽ ഗാവസ്കർ എന്നും പറയും, സുനിൽ ഗവാസ്കർ എന്നും പറയും. സുനിൽ മനോഹർ ഗവാസ്കർ എന്നാണ് മുഴുവൻ പേര്. സുനിൽ മനോഹർ ഗവാസ്കർ എന്നാണ്. സുനിൽ ഗവാസ്കർ നമ്മൾ ചുരുക്കത്തിൽ വിളിക്കുന്നു. ഇന്ത്യക്ക് ലോക പ്രശസ്തി നേടിക്കൊടുത്ത ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളാണ് സുനിൽ ഗവാസ്കർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് നേടിയ ആദ്യത്തെ ബാറ്റ്സ്മാനാണ് ഗവാസ്കർ. പിന്നെ ഓരോരുത്തരായിട്ട് നേടിയിട്ടുണ്ട്. എന്നാലും ആദ്യത്തെ 10,000 റൺസ് നേടിയ ആദ്യത്തെ ബാറ്റ്സ്മാനാണ് സുനിൽ ഗവാസ്കർ. അദ്ദേഹത്തെ വിളിക്കുന്നത് സണ്ണി എന്നും ലിറ്റിൽ മാസ്റ്റർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ആദ്യ ടെസ്റ്റ് 1971 മാർച്ചിലാണ് വെസ്റ്റ് ഇൻഡീസ്. അവസാന ടെസ്റ്റ് 1987 മാർച്ച് 13 പാകിസ്ഥാന്. പിന്നെ അദ്ദേഹം മൂവീസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫയർ ഇൻ ബാബിലോൺ, മാലാമ, സാവിലി പ്രമർച്ചി എന്നൊക്കെയുള്ള മൂവീസ് ചെയ്തിട്ടുണ്ട്. ജനനം മുംബൈയിലാണ്. 1949 ജൂലൈ 10 1949 ജനിക്കുന്നത്. മുംബൈയിലാണ് ജനനം. മുഴുവൻ പേരെന്താണ്? ഫുൾ നെയിം എന്താണ്? സുനിൽ മനോഹർ ഗവാസ്കർ എന്നാണ്. നമ്മൾ സുനിൽ ഗവാസ്കർ എന്ന് വിളിക്കുന്നു. സണ്ണി എന്നും ലിറ്റിൽ മാസ്റ്റർ എന്നൊക്കെ നമ്മൾ വിളിപ്പേരുണ്ട് അല്ലേ. നമുക്ക് ലോക പ്രശസ്ത ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളാണ് അല്ലേ. നമുക്ക് ഇന്ത്യക്ക് പേരുണ്ടാക്കിയ ലോക പ്രശസ്തത്തിൽ ഒരാളാണ് സുനിൽ ഗവാസ്കർ. ഹൂസ് പിക്ചർ ഈസ് ദീസ്? ഇതാരാന്നറിയാമോ? റോബിൻ ഉത്തപ്പ. റോബിൻ ഉത്തപ്പ എന്നും പറയും, റോബിൻ ഉത്തപ്പ എന്നും പറയും. റോബിൻ ഉത്തപ്പ. 1985 നവംബർ 11 കർണാടകയിലെ കുടകിലാണ് ജനിച്ചത്. റോബിൻ വേണു ഉത്തപ്പ എന്നാണ് പേര്. വേണു നമ്മൾ ആദ്യം പറയാറ് റോബിൻ ഉത്തപ്പ എന്നാണ് പറയാം. റോബിൻ വേണു ഉത്തപ്പ എന്നാണ് പേര്. അച്ഛൻ വേണു ഉത്തപ്പ ഒരു അന്താരാഷ്ട്ര ഹോക്കി റഫറി ആയിരുന്നു. അച്ഛൻ്റെ പേരാണ് വേണു ഉത്തപ്പ എന്നുള്ളത്. അപ്പോൾ റോബിനോട് ചേർത്ത് റോബിൻ വേണു ഉത്തപ്പ എന്നാണ് പേര്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമാണ്. 2006 ഏപ്രിൽ നടന്ന ഇന്ത്യൻ പര്യടനത്തിലെ 7ാമത്തെയും അവസാനത്തെയും മത്സരത്തിലാണ് ഉത്തപ്പ ഏകദിനത്തിൽ തൻ്റെ അരങ്ങേറ്റം കുറിച്ചത്. ഏകദിനത്തിലാണ് അരങ്ങേറ്റം കുറിച്ചത്. വിളിക്കുന്ന പേര് റോബി എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിന്. ആര്യ? റോബിൻ ഉത്തപ്പയെ. പിന്നെ ദിവാക്കിംഗ് അസാസിൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവസാന ഏകദിനം എന്നാൽ ഇപ്പോൾ 2008 ജൂലൈയിലാണ് ശ്രീലങ്കയുമായിട്ടുള്ള കളിയിലാണത്. അവസാന ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് അവസാന ഏകദിനം അരങ്ങേറിയത്. അപ്പോൾ റോബിൻ വേണു ഉത്തപ്പയുടെ ഫാദറും എന്താണ്? ഒരു അന്താരാഷ്ട്ര ഹോക്കി റഫറിയാണ് അല്ലേ. ഗെയിം പ്ലെയർ തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു പശ്ചാത്തലവും ഉണ്ട് റോബിൻ ഉത്തപ്പയ്ക്ക്. ഈ വ്യക്തിയെ നിങ്ങൾക്കറിയാമോ? വെരി ഫേമസ് അല്ലേ. കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നെയാണ്. നിങ്ങൾക്ക് അത്ര അധികം പരിചയപ്പെടാൻ ഇപ്പോഴത്തെ വ്യക്തിയല്ല അല്ലേ. ഇപ്പോൾ കളിക്കുന്നവരിലുള്ളതല്ല. ഹൂസ് പിക്ചർ ഈസ് ദിസ്? യെസ്, കപിൽ ദേവ്. കപിൽ ദേവാണ്.
കപിൽ ദേവ് രാംലാൽ നിഖഞ്ച് എന്നാണ് പേര്. കപിൽ ദേവ് രാംലാൽ നിഖഞ്ച് എന്നാണ് നമ്മൾ കപിൽ ദേവ് എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. 1959 ജനുവരി 6 ചണ്ഡീഗഡിൽ തന്നെയാണ് ജനനം. ചണ്ഡീഗഡിൽ വേറെയും ഒരു പ്ലെയർ ജനിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ആരാ നിങ്ങൾ ഓർത്ത് വയ്ക്കും. അപ്പോൾ ചണ്ഡീഗഡിൽ തന്നെയാണ് കപിൽ ദേവിൻ്റെയും ജനനം. ഇന്ത്യയിൽ നിന്നുള്ള രാജ്യാന്തര ക്രിക്കറ്റ് താരമായിരുന്നു അദ്ദേഹം. 1983 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പ് കിരീടം ചൂടിയപ്പോൾ ടീമിൻ്റെ നായകൻ ആരായിരുന്നു? കപിൽ ദേവ് ആയിരുന്നു. ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായിരുന്നു കപിൽ ദേവ് എന്ന് വിലയിരുത്തപ്പെടുന്നു. വിരമിച്ച ശേഷം ഇന്ത്യൻ പരിശീലകനായിട്ട് കുറച്ച് കാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ട് പിന്നെയും ക്രിക്കറ്റിൻ്റെ പരിശീലകനായിട്ട് ഉണ്ടായിരുന്നു. ആദ്യ ടെസ്റ്റ് 1998 ഒക്ടോബർ 16 ആദ്യ ടെസ്റ്റ് ഉണ്ടായത്. അവസാന ടെസ്റ്റ് 1994 മാർച്ച് 19 പിന്നെ വിഡ്സൺ ക്രിക്കറ്റ് മാസിക, ഒരു ക്രിക്കറ്റിൻ്റെ ഒരു മാസിക ഉണ്ട്, വിസ്ഡൻ ക്രിക്കറ്റ് മാസിക എന്ന് പറഞ്ഞിട്ട്. ആ മാസിക പറയുകയാണ് ആ നൂറ്റാണ്ടിലെ തന്നെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ്, ഇതിഹാസ താരമാണ് കപിൽ ദേവ് എന്നാണ് ന്യൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള രാജ്യാന്തര ക്രിക്കറ്റ് താരമായിരുന്നു കപിൽ ദേവ്. ചണ്ഡീഗഡിലാണ് ജനനം. കപിൽ ദേവ് രാംലാൽ നിഖഞ്ച് എന്നാണ് ഫുൾ നെയിം. ഈ പ്ലെയറിനെ പരിചയമുണ്ടോ? ആരാണിത്? യെസ്, സൗരവ് ഗാംഗുലി. ആരാണ്? സൗരവ് ഗാംഗുലി. സൗരവ് ചന്ദിദാസ് ഗാംഗുലി എന്നാണ് മുഴുവൻ പേര്. നമ്മൾ സൗരവ് ഗാംഗുലി എന്ന് വിളിക്കുന്നു. ജനനം 1972 ജൂലൈ 8 കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ നിന്നുള്ള മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ താരവും നായകനുമായിരുന്ന അദ്ദേഹം ദാദാ എന്നാണ് സ്നേഹപൂർവ്വം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് എങ്ങനെ അറിയപ്പെടുന്നു? സൗരവ് ഗാംഗുലിയെ ദാദാ എന്ന് അറിയപ്പെടുന്നത്. ബംഗാൾ ക്രിക്കറ്റ് ടീമിൻ്റെ അസോസിയേഷൻ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം, പ്രസിഡൻ്റാണ്. പിന്നെ വിദേശത്തെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ ജയിച്ച ഇന്ത്യൻ നായകൻ എന്ന റെക്കോർഡും ആർക്കുണ്ട്? സൗരവ് ഗാംഗുലിക്ക് ഉണ്ട്. എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാൾ തന്നെയാണ് ആര്? സൗരവ് ഗാംഗുലി. സച്ചിൻ, ഇൻസമം ഉൽഹദ് എന്നിവർക്ക് ശേഷം 10,000 റൺസ് നേടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം, മൂന്നാമത്തെ വ്യക്തി എന്നാണ് പറയുന്നത്. പത്മശ്രീ നൽകിയിട്ട് ഇദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗെയിമിനെ ആദരിച്ചുകൊണ്ട് പത്മശ്രീ എന്ന അവാർഡ് നൽകിയിട്ടുണ്ട്. മറ്റു പല കളിക്കാർക്കുള്ള പ്ലെയേഴ്സിനും അങ്ങനെ കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളൊക്കെ ഉണ്ട്, എല്ലാം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും ക്രിക്കറ്റ് പ്ലെയേഴ്സിനെയാണ് നമ്മളിപ്പോൾ ഒന്ന് പരിചയപ്പെട്ടത് അല്ലേ? നിങ്ങളുടെ ലെസണിലത്ത് ഇത്രയും വ്യക്തികളെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇനിയും കളിക്കാർ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടാവും അല്ലേ? ഇത്രയും കളിക്കാരെയാണ് നമ്മൾ ഈ ലെസണിൽ പരിചയപ്പെടുന്നത്. ആരൊക്കെ ഒന്നുകൂടി നോക്കാം. ആരാണ്? whose picture is this? Yes, സച്ചിൻ ടെണ്ടുൽക്കർ. സ്പെല്ലിംഗ് നോക്കിക്കോളൂ. സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്നാണ്. അത് നമ്മൾ ഇങ്ങനെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ? സച്ചിൻ നമ്മൾ വിളിക്കുന്നത് അല്ലേ? സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. നെക്സ്റ്റ് നമ്മൾ ആരെയാണ് കണ്ടത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യെസ്, വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി എന്ന് വിളിക്കും, കോഹ്ലി എന്നാണ് എഴുതുമ്പോൾ. വിരാട് കോഹ്ലി. പിന്നെ ആരെയാണ് ഓർമ്മ? യെസ്, രാഹുൽ ദ്രാവിഡ് അല്ലേ? രാഹുൽ ശരത് ദ്രാവിഡ് എന്നാണ് നമ്മൾ രാഹുൽ ദ്രാവിഡ് എന്ന് വിളിക്കുന്നു. കണ്ടില്ലേ? Whose picture is this? ആരാണ്? യുവരാജ് സിംഗ്. ആരാണ്? യുവരാജ് സിംഗ്.
യുവരാജ് സിംഗ് ആണ് ഇദ്ദേഹം. ദെൻ നെയിമുണ്ട് അല്ലേ, എന്താണ്? ഇശാന്ത് ശർമ്മ. എന്താണ് പേര്? ഇശാന്ത് ശർമ്മ. പേര് കാണുന്നില്ലേ? ഇത് കാണുന്നില്ലേ? ഇശാന്ത് ശർമ്മ. Whose picture is this? Whose picture is this? സുനിൽ ഗവാസ്കർ. സുനിൽ ഗവാസ്കർ. ചില സുനിൽ ഗാവസ്കർ എന്ന് കാണും, രണ്ടും ഒരാൾ തന്നെയാണ്. സുനിൽ ഗവാസ്കർ. Whose picture is this? എത്ര ഓർമ്മയുണ്ടോ? റോബിൻ ഉത്തപ്പ. റോബിൻ ഉത്തപ്പ കണ്ടില്ലേ? മുഴുവൻ പേരും കാണുന്നില്ലേ? റോബിൻ ഉത്തപ്പ. നെക്സ്റ്റ് ആരാണ്? കപിൽ ദേവ്. ആരാണ്? കപിൽ ദേവ്. കപിൽ ദേവ്. നെക്സ്റ്റ് ആരാണ്? സൗരവ് ഗാംഗുലി. സൗരവ് ഗാംഗുലി. ഇത്രയും പ്ലെയേഴ്സിനാണ് നമ്മളിപ്പോൾ ഈ ലെസണിൽ പഠിക്കുന്നത്. സൗരവ് ഗാംഗുലി. ഇത്രയും മെമ്പേഴ്സാണ്. ഇത്ര 9 മെമ്പേഴ്സ് അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്നിച്ച് കാണാം. ഒന്നിച്ച് കാണാൻ പറ്റുന്നില്ലേ? ആരൊക്കെയാണ്? സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, രാഹുൽ ദ്രാവിഡ്, യുവരാജ് സിംഗ്, ഇശാന്ത് ശർമ്മ, സുനിൽ ഗവാസ്കർ, റോബിൻ ഉത്തപ്പ, കപിൽ ദേവ്, സൗരവ് ഗാംഗുലി. ഇത്രയും പേരെയാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്റ്റാർസായിട്ട് ഈ ലെസണിൽ പഠിച്ചിരിക്കുന്നത്. 9 പേര്. ഇനിയും പേരുണ്ട്, നിങ്ങൾ കണ്ടെത്തിക്കോളൂ. പക്ഷേ ഇതിൽ ഈ 9 നമ്പേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായോ? ഇത്രയും കുറിച്ച് ഒരുപാട് പറയാനാണ്. ചെറിയ 1-2 പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു തന്നിരിക്കുകയാണ്. ഒരുപാട് നമുക്ക് നിങ്ങൾക്ക് മെമ്മറിയിൽ നിന്നിൽ വിചാരിച്ചിട്ട് ചെറിയ ചെറിയ പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. പേര് മറക്കരുത്. അവരെ കണ്ടാലും എന്താണ് ഇനി ഓർമ്മ കിട്ടുമല്ലോ അല്ലേ ആരൊക്കെയാണ്. സച്ചിനെ എന്തായാലും മറക്കില്ല അല്ലേ? സച്ചിനെ ഒരിക്കലും മറക്കില്ല. ആരും കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട താരമാണ് അല്ലേ? ഇനിയും ഫേമസ് താരങ്ങളുണ്ട്. പക്ഷേ ഇത്രയും പേര് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. മനസ്സിലായെന്ന് വിചാരിക്കണം. ഐ ഹോപ്പ് all of you can understand this lesson. Okay, then we shall wind up the class. സ്പെല്ലിംഗ് നന്നായിട്ട് പഠിക്കുക അവരുടെ പേരിൻ്റെ. Okay, then study well. See you next class. Take care. Bye.